ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Electropoint. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു 5.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി നൈസായിട്ട് പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ ബോർഡുകളും കാര്യങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഒരു ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 വോൾട്ട് 2 ആംപിയർ smps യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മെയിനായിട്ട് ഒരു 24 വോൾട്ട് 5 ആംപിയർ പവർ സപ്ലൈ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു 5.1 ക്ലാസ് ഡി ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 5.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡ്. ഇതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ക്ലാസ് ഡി 5.1 ആംപ്ലിഫയർ ബോർഡ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് TPA 3116ൻ്റെ ഒരു 3 സ്റ്റീരിയോ ബോർഡുകളും അതുപോലെ തന്നെ TPA 3118ൻ്റെ ഒരു മോണോ ബോർഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ 5 ചാനലായിട്ട് എടുത്തിരിക്കുന്നത് TPA 3116ൻ്റെ സ്റ്റീരിയോ ബോർഡുകളാണ്. അതിൽ ഏകദേശം നമുക്ക് ഒരു 50 വാട്ട് RMS ഒരു ചാനൽ നമുക്ക് ലഭിക്കുന്നതാണ്. സബ് ഔട്ടായിട്ട് വരുന്നത് 60 വാട്ട് RMS ആണ്. കൂടാതെ ഇതിൽ ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി ഒരു ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു സ്പീക്കർ കണക്ടർ കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ആംപ്ലിഫയറിൽ ഫിക്സ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ബോർഡിൽ ഒരു 5.1 ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് റിമോട്ട് കിറ്റിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു 5.1 റിമോട്ട് കിറ്റ് ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. G-Tech കമ്പനിയുടെ ഒരു 5.1 റിമോട്ട് കിറ്റാണിത്. പിന്നെ ഇതിൽ നിന്നും നമുക്ക് ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് USB മൊഡ്യൂളിനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊപ്പം ലഭിക്കുന്ന കണക്ടറുകൾ വഴി നമുക്ക് എളുപ്പത്തിൽ വയറിങ് കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൽ വരുന്നത് ഒരു ഡിസ്പ്ലേ യൂണിറ്റാണ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ബോർഡും കാര്യങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു എൻകോഡർ കൺട്രോൾ വിത്ത് അതിൻ്റെ ഒരു PCBയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു റിമോട്ടാണിത്. അടുത്തതായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു smps ബോർഡാണ്. 24 വോൾട്ട് 5 ആംപിയർ ആണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട്. അടുത്തതായി നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു 12 വോൾട്ട് 2 ആംപിയർ smps കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിമോട്ട് കിറ്റിന് വേണ്ടിയിട്ടാണ്.